ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂരുള്ള ഉണ്ണികൃഷ്ണൻ സാറിന്റെയും ശ്രീകുമാരി മാഡത്തിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ഫോയർ ഏരിയയിലാണ്. ഫോയർ ഇപ്പൊ ഡോർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണാം റൈറ്റ് സൈഡിലായിട്ട് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്ത് ടെക്സ്ചറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു COD കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് തൈറോയ്ഡ് പൈൻ വിത്ത് ഓഫ് വൈറ്റ് ഗ്ലോസി ഫിനിഷിലാണ്. ഈ വീടില് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു വുഡ് ഷെയ്ഡാണ്. കൂടുതലും നമ്മൾ ആ ഒരു വുഡ് ഷെയ്ഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് നമ്മളിവിടെ എല്ലായിടത്തും കീപ്പ് ചെയ്തിരിക്കുന്നത് എക്സെപ്റ്റ് കിച്ചൺ. അപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ യൂസ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ഷെയ്ഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഭംഗി നന്നായി തന്നെ കാണാൻ പറ്റും. കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു 5 സീറ്റർ സോഫ ഇട്ടിട്ടുണ്ട്. 2 സിംഗിൾ സീറ്ററും ഒരു 3 സീറ്ററും ആണ്. കർട്ടൻ ചെയ്തിരിക്കുന്നത് ക്ലോത്ത് കർട്ടൻ ആണ്. അതുപോലെ കർട്ടൻ ബീഡിങ് കൊടുത്തിട്ടാണ് അതിൽ കർട്ടൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗ് എല്ലാം നോക്കി അറിയാം, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ്. അതിലെല്ലാം പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ബോർഡറിൽ ചെറുതായിട്ട് ഒരു വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ വുഡൻ ഡിസൈൻ 3 സെയിം തൈറോയ്ഡ് പൈൻ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന വോളാണ്, അതുകൊണ്ട് ഈ വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ പെയിന്റും അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റാഫ്റ്റേഴ്സ് എല്ലാം ഇവിടെ യൂസ് ചെയ്ത സെയിം വുഡൻ ഡിസൈൻ വെച്ചിട്ടാണ് ഈ റാഫ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു ഫാമിലി ലിവിങ്ങിലേക്കുള്ള ഒരു വേ ആണ്. അതിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കോർട്ട്യാർഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നതും വളരെ മനോഹരതയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു ബുദ്ധയൊക്കെ കൊടുത്ത് ആ ബുദ്ധ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആ ഒരു ബാക്കില് അതൊന്ന് ഡിസൈൻ ചെയ്ത് ഒരു CNC ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ മുകളിലായിട്ട് നമ്മൾ CNC ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും ഇതിന്റെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. ഇതിലെ ഈ വീട്ടിലത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. വളരെ മനോഹരവും വളരെ പീസ്ഫുള്ളും ആണ്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നതിന്റെ മെയിൻ റീസൺ തന്നെ ഈ ഒരു വെള്ളത്തിന്റെ ആ ഒരു സൗണ്ടും ആ ഒരു ബുദ്ധയുടെ ഫീലും എല്ലാം കൂടി വരുന്നതാണ്. ഇത് നമ്മളുടെ ഫാമിലി ലിവിംഗ് ആണ്. ഇവിടെ നല്ലൊരു 3+1 സോഫ സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV വരുന്നത്. ഈ TV വളരെ വ്യത്യസ്തമായതും മനോഹരമായ രീതിയിൽ തൈറോയ്ഡ് പൈൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ടെക്സ്ചർ പെയിന്റ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലെ റാഫ്റ്റേഴ്സും ഓപ്പൺ ബോക്സസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ 2 സെക്ഷൻ ആയിട്ടാണ്. കാരണം സ്റ്റോറേജ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും, എന്നാൽ ആ ഒരു TV യൂണിറ്റിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഇതും കിട്ടണം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ടോട്ടലി ഇൻവെർട്ടർ സ്റ്റോറേജും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇവിടുത്തെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വോളില് സ്റ്റെൻസിൽ ടൈപ്പിലുള്ള ടെക്സ്ചേഴ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് മാത്രമല്ല ഒരു ഫോട്ടോ ഫ്രെയിമും നമ്മൾ അതിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗിൽ ചെറിയ ബോർഡറിൽ നമ്മളുടെ ഒരു വുഡൻ വർക്കും, അതായത് എല്ലായിടത്തും ചെറിയ രീതിയിൽ ഒരു വുഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ വർക്കും ഇവിടെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങില് നമ്മൾക്ക് 6 സീറ്റർ ഡൈനിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ടോപ്പും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ കിച്ചണിൽ ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബീജ് വിത്ത് വുഡൻ ഷെയ്ഡാണ്. നമ്മളുടെ കോമൺലി യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് പൈന്റെ ഒരു വുഡൻ ഷെയ്ഡും അതുപോലെ തന്നെ ബീജ് ഷെയ്ഡുമാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ടോപ്പിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ടോപ്പാണ്. പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കിച്ചന്റെ ആക്സസറീസും ഹെഡ് കിച്ചന്റെ ആക്സസറീസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ നമ്മളുടെ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ SS-ന്റെ സിങ്ക് ആണ്, അത് സിംഗിൾ ബൗൾ സിങ്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 3 ബർണർ ആണ് ഹുഡ് ആൻഡ് ഹോബ് യൂസ് ചെയ്തിട്ട്. എല്ലാ കിച്ചണിലും കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ അതിന്റെ അടിയിൽ 3 യൂണിറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ടാൻഡം ആണ്, അത് ഹെറ്റിച്ചിന്റെ ടാൻഡം ബോക്സ് ആണ്. കട്ട്ലറി ട്രേ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ടാൻഡം ഉണ്ട്. പോട്ട് ആൻഡ് പാൻ ആൻഡ് ടാൻഡം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിയിൽ ഒരു പ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റ് ഇൻലെറ്റ് വിത്ത് ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ഓയിൽ പുൾ ഔട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രോവേഴ്സ്, മാനുവൽ ഡ്രോവേഴ്സ് നമ്മൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും വേറെ അഡീഷണൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെക്കാനായിട്ട്. പിന്നെ ഇതിനിടയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഗ്ലാസിന്റെ ഷട്ടർ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഹൈലൈറ്റ് ചെയ്യുന്നത് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈലാണ്, ബ്ലാക്ക് പ്രൊഫൈൽ, ഹെഡിച്ചിന്റെ തന്നെ പ്രൊഫൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിന്റെ ഷട്ടറിൽ, അതായത് പ്രൊഫൈൽ, അലൂമിനിയം പ്രൊഫൈലിൽ നമ്മൾ ഒരു ഷട്ടർ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നമ്മളുടെ വാഷ് യൂണിറ്റ് ആണ്. ഈ വാഷ് യൂണിറ്റ് നമ്മൾ ബാക്ക് സൈഡ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടൈലും അതുപോലെ തന്നെ ഇത് റെഡിമെയ്ഡ് ലൂവർ ആണ്. തൊട്ടപ്പുറത്ത് ചെറിയൊരു ഓപ്പൺ ബോക്സ് കൊടുത്തു. 3 ഡോർ വാഷ് യൂണിറ്റ് ആണ്. അതിൽ 2 ഡ്രോവേഴ്സും 2 ഡോറും ആണ്. വാഷ് യൂണിറ്റ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് WPC ആണ്. പിന്നെ വെന്റിലേഷൻ ഗ്രില്ലുണ്ട്. അതിന് ചെറിയൊരു പാർട്ടീഷൻ, ആ ഡൈനിങ്ങിൽ നിന്നുള്ളൊരു ഡയറക്റ്റ് ലുക്ക് വരാതിരിക്കാൻ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് ജിയയില് ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ചെറിയ പാർട്ടീഷനാണ് നമ്മളിവിടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂജ യൂണിറ്റ്. ഈ പൂജ യൂണിറ്റ് നേരെ ഡോർ ഓപ്പൺ ചെയ്ത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഏതൊരു ഏരിയയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വന്നാലും വിസിബിൾ ആവുന്ന ഒരു ഏരിയയിലാണ് നമ്മളുടെ പൂജ യൂണിറ്റിന്റെ സ്പേസ് ഉള്ളത്. അത് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒരു പൂജയുടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭഗവാന്റെ ആ ഒരു ലെവലിലുള്ള ഒരു CNC വർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പൂജയുടെ ഷട്ടേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു CNC ഡിസൈൻ കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ മൊത്തം ഇതിന്റെ ഒരു ടെക്സ്ചർ പെയിന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് തൈറോൾ പൈൻ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ബെഡ് കോട്ടിന്റെ അടിയിൽ മോൾ ടൈപ്പ് വേണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. സോ നമ്മൾ അതിന്റെ അടിയിൽ ലെഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഹെഡ് ബോർഡിൽ അപ്പോൾസറി ഒരു ഗ്രേ കളർ ഒരു അപ്പോൾസറി ഹൈലൈറ്റ് ചെയ്യാനാണ് കൊടുത്തത്. 2 സൈഡ് ടേബിളിന് 2 ഡ്രോവേഴ്സ് ആണ്. അതിന്റെ ഡ്രോ ഫേഷ്യയൊക്കെ നമ്മൾ ഓഫ് വൈറ്റ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ സീലിംഗ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, വളരെ മിനിമലിസ്റ്റിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് ഉണ്ട്. അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് സ്പേസ് മാക്സിമം കൊടുത്ത രീതിയിലാണ്. അപ്പർ യൂണിറ്റിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ടേബിൾ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. സെന്ററിലായിട്ട് ഒരു സിറ്റിംഗ് കൗച്ച് ഉണ്ട്. പക്ഷെ ഈ സിറ്റിംഗ് കൗച്ച് വരുമ്പോൾ അടിയിലത്തെ മാക്സിമം സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് സ്റ്റോറേജ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഒരു 3 ഡോർ വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റ്. മാസ്റ്റർ ബെഡ് ആയതുകൊണ്ട് തന്നെ ഒരു 3 ഡോർ വാർഡ്രോബിൽ മിക്കതും നമുക്ക് ഇനഫ് ആയിരിക്കില്ല സ്പേസ്. സോ ഇവിടെ ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്ലൈഡിംഗ് ചാനൽ നോർമലി യൂസ് ചെയ്യുന്ന സ്ലൈഡിംഗ് ചാനൽ അല്ല, ഇത് ഹെറ്റിച്ചിന്റെ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള സ്ലൈഡിംഗ് ചാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ് സ്ലൈഡിംഗ് മെക്കാനിസവും ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഫുൾ മിറർ, നമുക്ക് ഫുള്ളി ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേരിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ മിററും, അത് ഇരുന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഒക്കെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റോറേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇവിടുത്തെ ഓരോ റൂമിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഷെയ്ഡ് കോമ്പിനേഷനും സെയിം ആണെങ്കിലും വുഡ്, അതായത് നമ്മളുടെ ബെഡ് കോട്ട് ഇത് കംപ്ലീറ്റ്ലി അപ്പോൾസറി ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സൈഡ് ഭാഗമായാലും അതുപോലെ തന്നെ ഹെഡ് ബോർഡ് ആണെങ്കിലും ടോട്ടലി അപ്പോൾസറിയിൽ ഫിനിഷ് ചെയ്ത ഒരു ലൈറ്റ് ഗ്രേ, ഒരു സിൽവർ ഗ്രേ കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡ് ടേബിൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കി എല്ലാ കോമ്പിനേഷൻസും ഈ സെയിം വുഡ് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു ടെക്സ്ചർ ഫിനിഷ് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ഗ്രേ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയൊരു ഹെഡ് ബോർഡിന്റെ ബാക്കിൽ ഡിസൈൻ ചെയ്യാൻ ഒരു റാഫ്റ്റർ വർക്കും അതുപോലെ ഒന്ന് രണ്ട് ഒരു ബോർഡർ വർക്ക് പോലെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ട് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു തൊട്ടടുത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഒരു ബുക്ക് ഷെൽഫോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സിറ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിറ്റിംഗ് കൗച്ചിന്റെ ഈ കുഷ്യൻ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ കുഷ്യൻ ആണെങ്കിലും സെയിം ഡിസൈനിലാണ് നമ്മൾ, സെയിം കളറിലാണ് നമ്മൾ ആ ഒരു പാറ്റേൺ എടുത്തിരിക്കുന്നത്. ഇവിടെ കേർട്ടൺ ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ്സ് ആണ്. സെയിം ഇതിന്റെ ഒരു ലൈറ്റ് വേരിയേഷൻ തന്നെയാണ് ഇതിന്റെ കേർട്ടനും പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ഇതിന്റെ ഒരു ഡ്രസ്സിംഗ് ഏരിയക്ക് ഒരു സ്പെഷ്യൽ സ്പേസ് ഉള്ളത് കൊണ്ട് വാർഡ്രോബ് സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ്. അപ്പോൾ ആ സെയിം എല്ലാ റൂമുകളിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെയിം സ്ലൈഡിംഗ് ഡോറിന്റെ മെക്കാനിസം തന്നെയാണ്, ഹെറ്റിച്ചിന്റെ ആണ്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ഒരു ഫുൾ മിറർ ഉണ്ട്. ഫുൾ മിററും അതിന്റെ ഒരു ചെറിയൊരു യൂണിറ്റും ആഡ് ചെയ്തിട്ട് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ തേർഡ് ബെഡ്റൂം ആണ്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ഒക്കെ സെയിം ആണ്. ഇവിടെ ടോട്ടലി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ WPCയും അതേപോലെ തന്നെ മറൈൻ പ്ലൈ കോമ്പിനേഷൻ ആണ്. മെറ്റീരിയൽ കംപ്ലീറ്റ്ലി WPC ആണ്. അതായത് വാനിറ്റി കൗണ്ടേഴ്സ്, ബാത്റൂമിലുള്ള വാനിറ്റി കൗണ്ടേഴ്സ്, വാഷ് യൂണിറ്റ്, അതുപോലെ സിങ്ക് ഏരിയ, ഇതെല്ലാം നമ്മൾ WPC ആണ് യൂസ് ചെയ്യുക. അതുപോലെ എല്ലാ യൂണിറ്റിന്റെ ബാക്ക് പാനൽസ് മൾട്ടിവുഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ യൂണിറ്റും നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ ആണ്. നമ്മളുടെ 710 BWP ഗ്രേഡ് ബോയിലിംഗ് വാട്ടർ പ്രൂഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അതുപോലെ ഇൻസൈഡ് നമ്മളുടെ വാർഡ്രോബ്സിന്റെ ഒക്കെ ഇൻസൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക്. ഇതിന്റെ എല്ലാം ഇൻസൈഡ് നമ്മൾ നോർമലി എല്ലാ സ്ഥലങ്ങളിലും കോമൺലി കാണുന്നത് ഓഫ് വൈറ്റ് ഡിസൈൻസ് ഒക്കെ ആയിരിക്കും, ഓഫ് വൈറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ക്യാബിനറ്റ്സിന്റെ ഒക്കെ ഇൻസൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു പ്രീമിയം ഫീൽ കിട്ടാനും ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടാനും അതുപോലെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഫേബ്രിക് ഡിസൈൻസ് ആണ് യൂസ് ചെയ്ത്, ഈവൻ ബാക്ക് പാനലിലും എല്ലാം ഫേബ്രിക് ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യുന്നത്. ഇവിടുത്തെ വാർഡ്രോബിന്റെ വേറൊരു കോർണർ വാർഡ്രോബ് ആണ്. അപ്പോൾ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് വാർഡ്രോബ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ഫുൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഹിഞ്ചസ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോർണർ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾക്കൊരു സിറ്റിംഗ് കൗച്ച് ഉണ്ട്. സിറ്റിംഗ് കൗച്ച് എല്ലാ റൂമിലും കൊടുത്ത പോലെ തന്നെ സിറ്റിംഗ് കൗച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കുഷനും നമ്മളുടെ ബെഡ് കോട്ടിന്റെ കുഷനും സെയിം ഒരു ഫിനിഷിംഗ് ആണ്. കളറിൽ സെയിം ഫിനിഷ് ആണ് വരിക. രണ്ട് സൈഡ് ടേബിൾസ്, ഒരു ഹെഡ് ബോർഡിന്റെ ബാക്ക് സൈഡ് ചെറിയൊരു നിഷ് പോലത്തെ ഒരു ഇത് ലെഡ്ജസ് ഒക്കെ വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന കേർട്ടൻ ആയിട്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ കർട്ടൻ ബീഡിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വിൻഡോ മൊത്തം പാനൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ടേബിളും ഒരു ഡ്രസ്സിങ്, അതൊരു 2 ഡോറിന്റെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു വാർഡ്രോബ് യൂണിറ്റ് പോലെ. അതൊരു യൂസ്ഡ് ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഹാൻഡിൽസ് എല്ലാം കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് ഹാൻഡിലാണ്. സെയിം ലാമിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിലെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ കംപ്ലീറ്റ് റൂം ആണെങ്കിലും കോമൺ ഏരിയ ആണെങ്കിലും ലിവിങ് ഏരിയ ആണെങ്കിലും എല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ
ഇന്നത്തെ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്